ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് ബീൻ എ വൈൽ. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ബട്ട് ബേസിക്കലി മടി തന്നെയായിരുന്നു. ഇപ്പം ഒന്ന് രണ്ട് കാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നി. മെയിനായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. MBD സൈഡിൽ നിന്നും ഇതൊരിക്കലും ഒരു ഹെയ്റ്റ് വീഡിയോ അല്ല, പക്ഷേങ്കിൽ MBD സൈഡിൽ നിന്നും മറ്റേ നമ്മുടെ സഞ്ജുറ്റൊക്കെയുടെ ഇഷ്യൂവും അങ്ങനെ കുറച്ച് കാര്യത്തിൽ എൻ്റെ തോട്ട് പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നത്. ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ, സഞ്ജുറ്റൊക്കെയുടെ ആ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടപ്പോൾ എനിക്കും ദേഷ്യം തോന്നി. കാര്യം ആസ് ആൻ ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഓട്ടോമോട്ടീവ് ലവർ, വൺ ഹൂ ലവ്സ് ദ കാർ, വൺ ഹൂ ലവ്സ് ട്രാവൽ, വൺ ഹൂ ലവ്സ് ദ മെഷീൻസ് എസ്പെഷ്യലി. സോ അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് നല്ല 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 വിഷമവും ദേഷ്യവും ഉണ്ടായിരുന്നു. വി ഓൾ നോ, ഒരു കാറിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ ബേസിക്കലി ഒരു കാറിൻ്റെ വയറിംഗ് ഡയഗ്രാം മെക്കാനിക്സിന് കുറച്ചുകൂടെ നാം പറയുന്നത് ടെക്നീഷ്യന്മാർക്ക്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാർക്ക് മനസ്സിലാവും. ഒരു കാറിൻ്റെ വയറിംഗ് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് പൊട്ടിപ്പോവും. അത്രയും കുറേ കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും. എൻജിനകത്തൊരു കംപ്ലീറ്റ്ലി ഒരു വയറിംഗ് ഹാർനസ് ഉണ്ട്, ഡാഷ്ബോർഡിനകത്തൊരു വയറിംഗ് ഹാർനസ് ഉണ്ട്, ഫ്ലോറിൽ കൂടെ ഒരു വയറിംഗ് ഹാർനസ് പോകുന്നുണ്ട്. മൊത്തം 3 വയറിംഗ് ഹാർനസ് എന്ന് പറയുമ്പോൾ ഒരു ഹാർനസിൽ മൾട്ടിപ്പിൾ കണക്ഷൻസ് ആണ്. 5 പിൻ, 10 പിൻ, 50 പിൻ, 20 പിൻ, 38 പിൻസ്, അങ്ങനെ പല പിൻസിൽ പല ലെവലിൽ വരുന്ന പല പല കണക്ഷൻസ് ഉണ്ട്. ഇപ്പം എമ്മോ വ്ളോഗ്സിൻ്റെ ഒരു ഹമ്മറുണ്ട്. അത് സ്വിമ്മിംഗ് പൂൾ ആക്കിയെന്ന് വെച്ചാൽ പുള്ളി അത് ഫുള്ള് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒരു അകത്ത് ഫുള്ള് സീൽ ചെയ്ത്, നമുക്ക് ടാർപ്പോളല്ല പുള്ളി ചെയ്ത്, പുള്ളി പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് പുള്ളി ഡംപ് ചെയ്തൊരു ഹമ്മർ ലിമോസിൻ എടുത്തിട്ടാണ് പുള്ളി അത് സ്വിമ്മിംഗ് പൂൾ ആക്കിയത്. ഇഫ് ഹി വാണ്ട്സ് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്, ഹി ഷുഡ് ഹാവ് ഡൂൺ എ പ്രോപ്പർ സീലിംഗ് ഓൺ ദാറ്റ്. ലൈക്ക് എത്രയൊക്കെ ഹേറ്റ്, എന്തൊക്കെ ട്രബിൾ തന്നെന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ കാർ, ഇറ്റ്സ് എ മെഷീൻ. ആൻഡ് സ്പെഷ്യലി പുള്ളിയുടെ പണ്ടോട്ടുള്ളൊരു ഫോളോവർ അല്ല, പുള്ളിയെ പണ്ട് തൊട്ട് ഞാനങ്ങനെ കാണുന്നുണ്ട് ഒത്തിരി മുമ്പ് തൊട്ട്. അപ്പം ആ സമയം തൊട്ട് പുള്ളിയുടെ ഒരു ബംബിൾ ബി എന്ന് പറഞ്ഞൊരു RS200 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഫ്രൈഡേ ബേബി എന്ന് പറഞ്ഞ കാർ എടുത്തു, പിന്നെ സഫാരി എടുത്തു, ബെൻസ് എടുത്തു. അത്രയും വണ്ടികൾ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ്. അപ്പം ഹീ ഓബ്വിയസ്ലി നോസ് ദാറ്റ് വണ്ടിയിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇത്ര വയറിങ് പോകുന്നുണ്ട്, അതിന് കുറേ കോംപ്ലക്സ്. സോ ഹീ ഷുഡ് ഹാവ് ലൈക്ക് ചെക്ക്ഡ് ഓൺ ദാറ്റ്. അത് നോക്കണമായിരുന്നു. അത് ഈ പറഞ്ഞ പ്രഷറും കാര്യങ്ങളും സെൻസറും കാര്യങ്ങളും എല്ലാം ആയാലും ഇപ്പോൾ എയർ ബാഗ് ബേസ്റ്റ് ചെയ്താണെങ്കിലും നമ്മുടെ സീറ്റിലൊക്കെ ഒരു പ്രഷർ സെൻസർ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് വാർണിംഗ് വരുന്നത് ആ പ്രഷർ സെൻസർ കൊണ്ടാണ്. ഇപ്പം ചിലർ ഈ വണ്ടിയുടെ സീറ്റ് കവർ ഇടുമ്പോൾ, ഞാൻ സർവീസ് അഡ്വൈസറായിരുന്ന സമയത്ത് എനിക്ക് കുറേ കേസ് കണ്ടിട്ടുണ്ട്. ഔട്ട്സൈഡ് സീറ്റ് കവേഴ്സ് ഇട്ടിട്ട് ഇതിൻ്റെ വയറ് മെസ്സപ്പ് ആക്കിയിട്ട് ആളിരുന്നില്ലേ പോലും സീറ്റ് വാർണിംഗ്സ് വരുന്നുണ്ട്. സോ അത്രയും കോംപ്ലക്സ് ആണ് ഒരു വണ്ടിക്കകത്തോട്. പിന്നെ അതിനകത്ത് ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് വെൻറ്റിലേറ്റർ സീറ്റ് വരുമ്പോൾ അതിന് എക്സ്ട്രാ ഒരു വയർ വരും, ഇലക്ട്രോണിക് കൺട്രോൾ സീറ്റ് വരുമ്പോൾ അതിൻ്റെ മോട്ടറും കാര്യങ്ങളും വരും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജസ്റ്റ് ഒരു ടാർപോളിനെ വിശ്വസിച്ച് അത്തരൊരു വെള്ളം കയറ്റിയത് കാണുമ്പം ഓബ്വിയസ്ലി എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ദേഷ്യമല്ല, ലൈക്ക് ഒരു അരോചകം വന്നു. ദാറ്റ്സ് എക്സാക്ട് വേർഡ്, ഒരു അരോചകം, വാട്ട് ഹീ ഈസ് ഡൂയിങ് എന്നുള്ളൊരു കേസ് വന്നു. പക്ഷേങ്കിൽ അതിൽ MVD എടുത്ത ആക്ഷൻ, I don't think that's justifiable. Why? Because lifetime suspension of the license എന്നൊക്കെ പറയുന്നത്, ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ, he has not done that much. അത് ഉള്ള കാര്യം, പുള്ളി അത്രയും ചെയ്തിട്ടില്ല. ഓക്കെ, മേ ബി ഒരു 2 years സസ്പെൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ലൈക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഫൈൻ കൊടുക്കാം. എ ലോട്ട് ഓഫ് റിസ്ക്, അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്യാം. അത് ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, പുള്ളി ആദ്യം അവർ പറഞ്ഞൊരു സെറ്റ് ഓഫ് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് പുള്ളിയുടെ ലൈസൻസ് കട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും പുള്ളി അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ലൈസൻസ് കട്ട് ചെയ്തതും വാട്ട്സ് ദ പോയിൻ്റ്, എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. നിയമം ഇറ്റ് ഷുഡ് ബി റീസണബിൾ. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഷുഡ് ബി റീസണബിൾ. കാര്യം ഒരിക്കലും ആ നിയമത്തെ ഒരു വെഞ്ചൻസിനെ പറ്റി, ഓബ്വിയസ്ലി ഹി ഹാസ് ഡൺ സംതിങ്, ലൈക്ക് ചാലഞ്ച് ചെയ്തതും ആ വീഡിയോ ഇട്ടതും
ഐ എം നോട്ട് അറ്റ് ഓൾ പുള്ളിക്കാരെ ന്യായീകരിക്കുകയല്ല ഞാൻ, ഒരിക്കലും ന്യായീകരിക്കുകയല്ല. വാട്ട് ഹി ഹാസ് ഡൺ ഈസ് സംതിങ് നോട്ട് ജസ്റ്റിഫയബിൾ. പക്ഷേങ്കിൽ ഈ ഒരു ലൈഫ് ടൈം സസ്പെൻഷൻ ഓഫ് ഹിസ് ലൈസൻസ് ഈസ് സംതിങ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് റൈറ്റ്. Something which is not justifiable. I felt so because there is a lot of people who is doing literally tenditaram, much greater tenditaram than him. പുള്ളി പറഞ്ഞ പോലെ ഈ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നാട്ടിൽ നിയമം സ്ട്രോങ് ആണ്, അതെല്ലാവർക്കും അറിയാം. ഈവൻ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സേഫ് മോഡിഫിക്കേഷനെതിരായിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാട്ടിലെ പൊളിറ്റിക്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അറിയാം. പക്ഷേങ്കിൽ സംതിങ് വിച്ച് ഹാസ് ഡൺ ഈസ് നോട്ട് റൈറ്റ്. പിന്നെ ഞാൻ പറയുന്നു, ഇതെല്ലാം എനിക്ക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നാണ് ഈ ലൈസൻസ് വാജിയിൽ നിന്നും കട്ടായതെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതാണ് തീരുമാനമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ജസ്റ്റിഫയബിൾ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ യു നെയിം ഇറ്റ്, എത്ര യൂട്യൂബേഴ്സ് അല്ലെ എത്ര കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് വണ്ടി മേലെ എന്തൊക്കെ കാണിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നത്, ഇന്ന് ഒരു പെൺകുട്ടി റിവേഴ്സ് എടുത്തപ്പം ബ്രേക്കിന് ഒരു ആക്സിലറേഷൻ കൂട്ടി കൊക്കയിൽ വീണ് മരിച്ചു എന്നിങ്ങനെ. റിയലി സാഡ് ഫോർ ഹർ. അപ്പം അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തത്, ഞാൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ റീൽസിൽ കണ്ടിട്ട് ഞാൻ അത്യാവശ്യം എനിക്ക് കാണാൻ ഇഷ്ടമുള്ളതായിരുന്നു. മറ്റേ ഞാൻ പാറു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇപ്പം റീസെൻ്റ്ലി ട്രിവാൻഡ്രത്ത് സൂയിസൈഡ് ചെയ്തത്. ആ ന്യൂസ് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഗേൾ ഫ്രണ്ടും നെയ്യാറ്റിൻകരക്കാരാണ്. സോ ഇവർ സംസാരിക്കുന്ന സ്ലാങ്, ഈ കുട്ടിയുടെ സ്ലാങ്ങോട് എനിക്ക് ഭയങ്കരമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ റീൽസ് കാണുമ്പോൾ ഇവർക്കെല്ലാം അയച്ചും കൊടുക്കുന്നുണ്ട്, നിന്നെ പോലെ തന്നെ സംസാരിക്കുന്നത്. ആൻഡ് ഐ ഫെൽറ്റ് ഇത് ഭയങ്കര നല്ലൊരു രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു രീതിയിൽ തന്നെ പോകുന്നൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടി അത്രയും ബോൾഡായിട്ട് ചെയ്യുമ്പോൾ I never expect something like that from her. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്പം മുമ്പത്തെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ അത് ആൾക്കാർ ഇത്രയും ടോക്ക് ചെയ്യുന്നൊരു വിഷയമാണ്. മുമ്പൊക്കെ ADHD അല്ലെങ്കിൽ ഈ പറയുന്ന OCPD ഈ സാധനമൊക്കെ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് കേട്ടുകൊണ്ടിരുന്നതിൽ ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാരിൽ അത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഫ്രം മൈ ഫൈൻഡിങ്സ് ഐ ഫൗണ്ട് ദാറ്റ് എവ്രിബഡി ഹാസ് സം വേ ഓഫ് ദ അതർ മെൻ്റൽ ഇൽനെസ്. അത് നാണിക്കേണ്ട ഒരു കേസല്ല. ആൻഡ് ഐ ഈവൻ സജസ്റ്റ് ടു മൈ ഫ്രണ്ട്സ്, യു ഗോ ആൻഡ് ടോക്ക് ടു എ സൈക്കോളജിസ്റ്റ് ഒരു കൗൺസിലറിനെ പോയി ഇറ്റ്സ് വേ ബെറ്റർ. അങ്ങനെയുള്ളപ്പം ഇത്രയും സെൻസിറ്റീവായൊരു വിഷയം നടക്കുമ്പോൾ I felt very sad for losing life like this. ഇങ്ങനത്തെ ജീവിതം പോകുന്നത്, മരണപ്പെടുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. യു ഷുഡ് ടേക്ക് കെയർ. കാര്യം സോഷ്യൽ മീഡിയ അത് ഇറ്റ്സ് സച്ച് എ ഡിസീവിങ് തിങ്. സീരിയസ്ലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഡിസീവിങ് ആയിട്ടുള്ളതാണ്. എവ്രിബഡി വാണ്ട്സ് ടു ഷോ ദെയർ അൾട്രാ പോസ്റ്റ് ലൈഫ്. അല്ലെങ്കിൽ അങ്ങനത്തതിൽ ഈവൻ മീ, ഐ എം ബ്ലെയിമിങ് മൈസെൽഫ്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുമ്പോൾ പോലും ഐ വിൽ പോസ്റ്റ് സംതിങ് വിച്ച് ഐ ലുക്ക് ഗുഡ്, ഐ ലുക്ക് ഗോർജിയസ്. അല്ല, ഞാൻ അത്രയും എൻ്റെ ഒരു ഹാപ്പനിങ്ങും കാണിക്കുന്ന പോസ്റ്റേഴ്സ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പം നെവർ ട്രസ്റ്റ് ദാറ്റ്. ഇപ്പം ആ പെൺകുട്ടിയുടെ കേസിൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ആ പെൺകുട്ടിയുടെ എക്സ് കാമുകനെ അറസ്റ്റ് ചെയ്തു എന്നൊരു ന്യൂസ് കണ്ടു. ആ ഒരു സീക്രട്ട് ഏജൻറ്റ് പുള്ളിക്കാരൻ അവളുടെ ഒരു വോയിസിൻ്റെ ഇതിട്ടു. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് സംതിങ്
Suicide is not a thing, man. Seriously, I'll tell you something. See, the world is like, yeah, it's so damn good, and it's a wide thing. Like നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലാതെ യു ഗോ ലൈക്ക് ഒന്നും വേണ്ട, യു ഹാവ് എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്. നമ്മുടെ ഫോണുണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റ് ഉണ്ട്. ഗോ സീ ദ വേൾഡ് ലൈക്ക് അതിൽ ത്രൂ ദ ഫോണിൽ കൂടെ തന്നെ, നോട്ട് ലൈക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് കാണിക്കുന്ന വേൾഡ് അല്ല, പക്ഷേങ്കിൽ സീ ദ തിങ്സ് യു ക്യാൻ എക്സ്പീരിയൻസ് ഇൻ ദിസ് വേൾഡ്. ആൻഡ് ആസ്ക് യുവർ സെൽഫ്, നിങ്ങളുടെ ലൈഫ് ഈ ഒരു പോയിന്റിൽ തീർക്കാനാണോ, അതോ യു വാണ്ട് ടു എക്സ്പ്ലോർ എവറി ഡാം തിങ് ഇൻ ദ വേൾഡ്? സി, എനിക്കിപ്പോഴും ഞാനിപ്പം പല കാര്യങ്ങളും ഐ മിസ്. എൻ്റെ 26-ൽ ഐ മിസ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഐ കുഡ് ഹാവ് ഡൺ ഇൻ മൈ പ്രീവിയസ് ടൈംസ്. ലൈക്ക് ഞാൻ വേസ്റ്റാക്കി കളയുന്ന ടൈമിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇറ്റ്സ് എ വാസ്റ്റ്. ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് n number of countries, n number of visas. ആൻഡ് നാട്ടിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സി, ഇഫ് യു ഹാവ് 10,000 rupees, ഞാൻ വന്നിട്ട് അങ്ങനെയല്ല, 10,000 ചീപ്പെന്നല്ല, പക്ഷെ 10,000 rupees ഉണ്ടെങ്കിൽ പോലും ദർ ഈസ് എ ലോട്ട് ഓഫ് പാക്കേജസ്. ടൂറിൽ മാത്രമല്ല, യു ക്യാൻ എക്സ്പീരിയൻസ് എ ഹെൽ ലോട്ട് ഓഫ് തിങ്സ് in the world. See, it's so amazing and it's so push. ബേസിക് എൻ്റെയൊക്കെ കോളേജ് ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ടുമാറോ ലാൻഡ് എന്ന് പറയുന്നൊരു ഇതായിരുന്നു, ഞങ്ങളുടെയൊക്കെ അൾട്ടിമേറ്റ് ഡ്രീമായിരുന്നു. പിന്നെ പോകെ ടുമാറോ ലാൻഡ് ലൈക്ക് ഒന്നുമില്ല. ദർ ഇസ് എ ലൈക്ക് വൈഡ് ഹോപ്പ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് നമ്മുടെ ഒരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയിൽ തീർക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. It's a serious message to everyone, especially the one who is into the phones, into the mobile phones. It's not the world. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു 6 inch അല്ലെ ഒരു 5 inch അല്ലെ ഒരു 7 inch സ്ക്രീൻ അല്ല ഈ ലോകം, അല്ലെങ്കിൽ അതല്ല. സി, അറ്റ് ടൈംസ് യു ഹാവ് ടു ടേൺ, still do, you have to turn off the phone and just go sit somewhere. മറ്റേ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സിൽ അവൻ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അൺഫിൽറ്റേർഡിലാന്ന് തോന്നുന്നു, അവൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം വെറുതെ ഇരിക്കുക, എന്ത് റിലാക്സിങ് എന്നറിയാം. ഈ ഫോണിൽ സത്യം പറഞ്ഞാൽ മനുഷ്യന്മാരെ കൊല്ലുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഞാനും അഡിക്റ്റഡാണ് ഫോണിൽ. എൻ്റെ സ്ക്രീൻ ടൈമും വളരെ ഹൈ ആണ്. ഈ പറയുന്ന ഉപദേശിക്കാൻ ഞാൻ ആരുമില്ല. പക്ഷേങ്കിൽ സി, എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഒരാളത് കേൾക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് it's not a കുഞ്ഞുകളി. it's a very serious thing because I felt very hard-hearted. ലൈക്ക് എൻ്റെ ഒരു വലിയ ഹെവി ഹാർട്ടഡായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് പല ന്യൂസസും കേൾക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ പാറു എന്ന് പറഞ്ഞ കുട്ടിയുടെ ആണെങ്കിലും പലപ്പോഴും ഫോൺ കൊടുക്കാത്തതിലേക്ക് സൂയിസൈഡ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ്. ആൻഡ് ഐ യൂസ് ടു ഡിസ്കസ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ഇപ്പം ഐ സ്റ്റിൽ ബിലീവ് എൻ്റെ ഒരു ഇറ, അതായത് ഞാൻ ജനിച്ച് വന്നത് ആ ഒരു ഇറയിൽ എൻ്റെ ഒരു ലേറ്റ് 90s തൊട്ട് ഇപ്പോൾ 2024 ഞങ്ങളുടെ ഒരു ലേറ്റ് 90s ജനിച്ച ആ ഒരു ജനറേഷൻ, വി ഹാവ് സീൻ എ മാസീവ് ചേഞ്ച് ഇൻ ദ വേൾഡ്. ഞങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിൽ കേബിൾ പോലും ഇല്ലായിരുന്നു ടൈമിൽ. ആൻഡ് ഒരു ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഗ്യാങ് ഉണ്ട്. ഗ്യാങ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ രാവിലെ പോകും, ക്രിക്കറ്റ് കളിക്കും, അല്ല സൈക്കിളിൽ കറങ്ങാൻ നടക്കും. ഞങ്ങളൊക്കെ അങ്ങ് സൈക്കിളും കൊണ്ട് പോകുമായിരുന്നു, കഥകൾ പറയുമായിരുന്നു. ഞങ്ങൾ എൻ്റെ ഒരു 12th കഴിയുന്നിടം വരെ ഇറ്റ്സ് വെരി അമേസിങ്. ലൈക്ക് എല്ലാവരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാവരും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ കാണുന്നത് അത്രയും നമ്മൾ അനുഭവിച്ച ആ ഒരു കണക്ഷൻ. ഇപ്പം ഞങ്ങൾ സീരിയസ്ലി ഞങ്ങളെല്ലാവരും മാറി. ഞങ്ങൾ ഫോണിൽ നമ്മളെ പരസ്പരത്തെ നമ്മളങ്ങനെ ഫോണിൽ പോലും ഇപ്പോൾ അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ അന്നത്തെ ഒരു ബന്ധം നമ്മളിപ്പോൾ കാണുമ്പോഴായാലും ആ കൂട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം സൈക്കിൾസ് ആയിരുന്നു. പിന്നെ അത് ഞാനൊക്കെ എൻ്റെ ഒരു 22 21 കണ്ടാണ് മോട്ടോർ സൈക്കിളിലോട്ട് കയറുന്നത്. I don't know, man. If you feel something wrong with your mind, please go and consult a
സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് എ പ്രാന്ത് ഉണ്ടായിട്ടല്ല നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. They can help you out with a lot of things. I know. എൻ്റെ ഫാമിലി സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് പോയി കാണണ്ട. അറ്റ്ലീസ്റ്റ് യു ക്യാൻ വാച്ച് ദ വീഡിയോസ് ഓഫ് ദ സൈക്കോളജിസ്റ്റ് ഹു ആർ ടേക്കിംഗ് ക്ലാസ്സസ്. ഞാൻ പേഴ്സണലി സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ കുറേ സൈക്കോളജിസ്റ്റിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. ദേ ആർ എക്സ്പ്ലെയിനിങ് a lot of things means a lot of things. അല്ലെങ്കിൽ നമ്മുടെ ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, ഗൗരി ഫോഗോട്ട് ഹറിന്, നമ്മുടെ തോണി എന്നുള്ള പാട്ടൊക്കെ പാടിയ ആ കുട്ടി. ഓക്കെ, ആ പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ടാൽ മതി. നമുക്ക് ഈ സൂയിസൈഡ് ഈസ് നോട്ട് എ തിങ്. യു ഷുഡ് സേ നോ ടു സൂയിസൈഡ്. ആ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കേസ്, I don't know, man. I feel very sad. I feel very sad for that girl. And every news ഞാൻ എല്ലാം കേൾക്കുന്ന എല്ലാ ന്യൂസിലും I feel very sad. And I'm saying it from very heavy hearted. ഞാൻ ഭയങ്കര ഒരു വിഷമത്തോടാണ് ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ there is nothing we can do. Only we can do is like think wisely, do wisely, use the tool very wisely. The Instagram reels and all the famous, all the things you think will take you to the heights will never last longer. And നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു കണ്ടോളൻസസ് ആരുടെ സൈഡിൽ നിന്നാലും കിട്ടും. പിന്നെ എവറിബഡി ബാക്ക് ടു ദെയർ ബിസിനസ്. സമാനത വിൽ ഗോ ഓൺ. See, this is not a thing. Please take serious care on this, and please take serious care on your mental health, and please be safe, guys. നിങ്ങളിത് എനിക്കറിയില്ല ഇത് എത്ര പേര് വേണം, പക്ഷേ എങ്കിൽ കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ബി സേഫ് ആൻഡ് സെക്യൂർ. ഈ ഒരു പണ്ട് കാലത്ത് ഞാൻ ഇതുകൊണ്ട് നിർത്തും. പണ്ട് കാലത്തൊന്നും നമ്മൾ അത്രയും സൂയിസൈഡ് കേസ് അല്ല ഇത്ര യങ് സൂയിസൈഡ്സ് ഒന്നും കേട്ടിട്ടില്ല. വളരെ റയറായിരുന്നു. ഇപ്പോൾ ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഫീൽ വെരി സാഡ് ഫോർ ഓൾ ദിസ്. ഞാനും ആ പെൺകുട്ടിയായിട്ടൊന്നും എനിക്ക് അറിയത്തുപോലില്ല. ആ പെൺകുട്ടി എന്നെ അറിയത്തില്ല, എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല. ഞാൻ അവളുടെ ആകപ്പാട് ഒരു 3-4 റീൽസ് കണ്ടിട്ടുള്ളൂ. എന്താ സത്യാവസ്ഥ എന്തായിരുന്നു. പക്ഷേ there is a hope for everything. There is a way to get out in every was. നിങ്ങൾ പ്രോബ്ലംസിനെക്കാട്ടി കൂടുതൽ സൊല്യൂഷൻസ് ഉള്ളതാണ് എല്ലാ കാര്യത്തിലും. പ്രോബ്ലം ഒന്നേ ഉള്ളെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻ. സോ there is സൊല്യൂഷൻസ് ആണ് ഹൈ പ്രോബ്ലംസിനെക്കാട്ടും. സോ ബെറ്റർ take care of your mental health, and yeah, bye.